ഓക്കെ കുട്ടികളെ സ്റ്റാർട്ട് ചെയ്യും. ഒരു രക്ഷയില്ല, ഈ ലാപ്പ് ഇടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കാം? ആ സ്ട്രക്ചർ 2 ഡയമെൻഷനൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാ 2 ഡയമെൻഷൻ എന്ന് പറയാൻ എന്താ? അതായത് അതിന് 2 ഡയമെൻഷൻസേ കാണുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഈ വരച്ചിരിക്കുന്ന 2 ഡയമെൻഷനൽ ബോഡിയാണ്. എന്താ ഉള്ളത്? ഇതിനൊരു X ഡയമെൻഷനും ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? Y ഡയമെൻഷൻ ആണ് ഉള്ളത്. ഇതാണ് എന്ത് പറയുന്നത്? 2 ഡയമെൻഷനൽ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ 3 ഡയമെൻഷനിൽ എന്തായിരിക്കും? അതിന് 3 ഡയമെൻഷൻ ഉണ്ട്. ഏതൊക്കെയാ? എക്സ് ലെങ്ത് ഉണ്ടായിരിക്കാം, വിഡ്ത്ത് ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ട്? ഹൈറ്റ് ഉണ്ട്. അതാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ 1 ഡയമെൻഷൻ എന്താ? ഒറ്റ ഡയമെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ 1 ഡയമെൻഷനൽ ബോഡിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ സാധാരണ സർഫേസസുകൾ 1 ഡയമെൻഷനിലുണ്ട്, 2 ഡയമെൻഷനിലുണ്ട്, 3 ഡയമെൻഷനിലുണ്ട്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയമെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഡയമെൻഷൻ 2 ഡയറക്ഷനിലേക്ക്. ഓക്കെ, അതാണ് 2 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് 3 ഡയമെൻഷൻസ് കാണും. ലെങ്ത് കാണും, വിഡ്ത്ത് കാണും, പിന്നെ എന്ത് കാണും? ഹൈറ്റ് കാണും. അപ്പൊ സാധാരണ നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനൊക്കെ നമ്മൾ ഒരു 2 ഡയമെൻഷൻ ആയിട്ടാണ് ആ ബോഡീനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരുപാട് പ്രോബ്ലം കണ്ടുവരും ഇല്ലേ? എന്തൊക്കെ പ്രോബ്ലം കാണും? കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോളേഴ്സ് കണ്ടായിരുന്നു. റോളർ മൊത്തം ഞാനവിടെ വരച്ചിട്ടുണ്ട്. 3D ആയിട്ടാണോ ഞാൻ വരച്ചിരിക്കുന്നത്? അല്ല, ഫ്രണ്ടിൽ നോക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ കാണുന്നത് അത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ പ്ലാനാർ സർഫേസസ് എന്താ കുട്ടികളെ? പ്രോപ്പർട്ടീസ് ഓഫ് പ്ലാനാർ സർഫേസ് എന്ന് പറഞ്ഞാൽ ഈ 2 ഡയമെൻഷനൽ ബോഡീനെയാണ് നമ്മൾ സാധാരണ പ്ലാനാർ സർഫേസ് എന്ന് പറയുന്നത്. അതായത് എന്തായാലും there is a plane you can see the planar surface means it's simply a surface that is plane. ആ സർഫസ് എങ്ങനെയായിരിക്കും? പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും. ഇനി ആ സർഫസിന് എന്തുണ്ട്? 2 ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. അതായത് എന്തുണ്ട്? 2 ഡയമെൻഷൻ, X ഡയമെൻഷനും കാണും, പിന്നെ എന്തുണ്ടായിരിക്കും? ഒരു Y ഡയമെൻഷനും കാണും. അങ്ങനെയുള്ള ഒരു പ്ലാനാർ സർഫേസ്, ഒരു 2 ഡയമെൻഷനൽ ബോഡിയുടെ പ്രോപ്പർട്ടീസ് ആണ് സെൻട്രോയിഡും മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ നിങ്ങൾ കേട്ടിരിക്കുന്ന ടേം സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നായിരിക്കും. അപ്പൊ സെൻട്രോയിഡ് എന്താ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രോയിഡ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? സാധാരണ 2 ടേം ഒന്ന് തന്നെയാണ്, ബട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്താണ് സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന്. Center of gravity is nothing but it is the point through which the whole weight of the body is assumed to act. എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ പോയിന്റ് ആണ്. ഇപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി മീൻസ് ഇറ്റ്സ് എ പോയിന്റ്. അപ്പൊ പോയിന്റ് ത്രൂ വിച്ച് ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് assumed ടു ആക്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? ആ ബോഡിയുടെ മൊത്തം വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഒരു 3 ഡയമെൻഷനൽ ബോഡി ഒക്കെ ആണെങ്കിൽ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് നമ്മൾ പറയാറ്. ജി ഓർ സിംപ്ലി യു ക്യാൻ യൂസ് ദ ടേം ജി എന്ന് നമ്മൾ യൂസ് ചെയ്യാറ്. ഞാൻ ലാഡർ ഫിക്ഷൻ എടുത്തപ്പോൾ പറഞ്ഞു, നമ്മൾ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കിൽ ജി എന്നും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മറക്കരുത്, ഇറ്റ് ഈസ് ദ പോയിന്റ് ത്രൂ വിച്ച് ദ ഹോൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് assumed ടു ആക്ട്. എല്ലാ ബോഡിയുടെ മൊത്തം വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അവിടെയാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും എന്ത് പറയാൻ പാടില്ല? സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ സെന്റർ എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. മൊത്തം വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രോയിഡ് എന്താ? നമുക്കറിയാം, ഒരു 3 ഡയമെൻഷനൽ ബോഡിയിലാണ് നമ്മൾ സാധാരണ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാ വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ബോഡിയാണ് അല്ലെ? നമുക്കറിയാം ഒരു 3 ഡയമെൻഷനൽ ബോഡിയിൽ നമുക്ക് പ്രിഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് ആണ് അല്ലെ? അതിന്റെ ഡയമെൻഷനേക്കാളും കൂടുതൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വെയിറ്റ് ആണ് ആ ബോഡിയുടെ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് എ 2 ഡയമെൻഷനൽ ബോഡി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബുക്കിന്റെ ഒരു പേജ് എടുത്ത് അതിന് ഇത്ര വെയിറ്റ് എന്ന് പറയാനുണ്ടോ? ഇല്ല, അത് വളരെ ചെറുതാണ്. അതിന് കമ്പയർഡ് ടു ഏരിയ ഓഫ് ദാറ്റ് പേപ്പർ. ഓക്കെ, ഒരു സിംഗിൾ ലീഫ്, അതായത് നിങ്ങളുടെ ഒരു ബുക്കിന്റെ ഒരു പേജിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഏരിയനെ കമ്പയർ ചെയ്തപ്പോൾ വെരി വെരി സ്മോൾ ആണ്, നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഒരു ബുക്കിന്റെ പേജിന് അത്രയും കനമുണ്ടോ? ഇല്ല, കനം എന്ന് പറയാനേ ഇല്ല. പക്ഷെ അതിന് പെർട്ടിക്കുലർ ഏരിയ ഉണ്ടല്ലേ? ഏരിയ ആണ് കൂടുതൽ. അതിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതിന് ഏരിയ ആണ്. അങ്ങനെയുള്ള ഒരു 2 ഡയമെൻഷനൽ ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആർക്കാ യൂസ് ചെയ്യാറ്? 3 ഡയമെൻഷനൽ ബോഡിക്കും. സെൻട്രോയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഡയമെൻഷനൽ ബോഡിക്കുമാണ്. ഓക്കെ, അപ്പൊ സെൻട്രോയിഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ പോയിന്റ്
വെയർ ദ ഹോൾ ഏരിയ ഈസ് ടു ബി കോൺസെൻട്രേറ്റഡ് എന്ന് പറയാം. ഇതിന്റെ മൊത്തം ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്, അതായത് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ വെയിറ്റും, സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാരണ നിങ്ങൾ ക്ലാസ്സിലൊക്കെ റെക്കോർഡൊക്കെ പിടിച്ച് കറക്കാറുണ്ട് ഇല്ലേ? ഒരു വിരലിൽ വെച്ചിട്ട് ഒരു ഫിംഗർ ടിപ്സിൽ വെച്ചിട്ട് നിങ്ങൾ റെക്കോർഡ് നന്നായി തിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വെച്ചിരിക്കുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. കറക്റ്റ് ആ പോയിന്റിൽ വെച്ചിട്ടാണ് നിങ്ങൾ അത് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സെൻട്രോയിഡ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെൻട്രോയിഡ് ഓഫ് എ ബോഡി. അപ്പൊ സെൻട്രോയിഡ് എന്താ, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. എല്ലാ ബോഡിക്കും വെയിറ്റ് ഉള്ളതായിക്കോട്ടെ വെയിറ്റ് ഇല്ലാത്തതായിക്കോട്ടെ, എല്ലാ ബോഡിക്കും എന്തുണ്ട്, സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. എസ് എ ഹ്യൂമൻ ബീയിങ് നമുക്കും ഉണ്ട് എന്ത്, ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പോയിന്റ്. നമ്മുടെ അംബിരിക്കൽ കോഡ്, നമ്മൾ പൊക്കിൾ കൊടി എന്ന് പറയില്ലേ, അതാണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പോയിന്റ്. അവിടെയാണ് നമ്മുടെ ബോഡിയുടെ മൊത്തം വെയിറ്റും എന്ത് ചെയ്തിരിക്കുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ആണ്. ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഫസ്റ്റ് സെൻട്രോയിഡ് ഞാൻ പറഞ്ഞു തരാം. ആ സെൻട്രോയിഡ് വരയ്ക്ക് നമുക്ക് എന്തുണ്ട്, സീരീസ് എക്സാമിലെ പോർഷൻസ് ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഒരു ബോഡിയുടെ സെൻട്രോയിഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഒരു സെൻട്രോയിഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യം? നമുക്കൊരു ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ പോയി കഴിഞ്ഞ ഒരു സെൻട്രോയിഡിന്റെ ആവശ്യമുണ്ട്. എന്തിനാ അത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഒരു ബോഡിയുടെ റൊട്ടേഷൻ, ഇപ്പൊ നമുക്കൊരു ടയർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റൊട്ടേറ്റിംഗ് ബോഡി ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യണം, ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം, അതിനൊക്കെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, അതിലുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡിന്റെ പൊസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ലാഡർ ഫ്രിക്ഷൻ ചെയ്തു, അതിൽ ജി എവിടെയാണ് നമുക്കറിയാം. ഞാൻ പറഞ്ഞു, ഒരു റെക്ടാങ്കിളിന്റെ കേസിൽ സെൻട്രോയിഡ് എവിടെയാണെന്ന് നമുക്കറിയാം. കറക്റ്റ് അതിന്റെ സെന്ററിലാണ് ഞാൻ പറഞ്ഞു. മൊത്തം ലെങ്ത് 8 മീറ്റർ ആണെങ്കിൽ ഒരു 4 മീറ്ററിലായിരിക്കും അതിന്റെ സെൻട്രോയിഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് ആ ലാഡർ ഫ്രിക്ഷന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ വെയിറ്റ് ഇഷ്ടമുള്ളടത്ത് മാർക്ക് ചെയ്യും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ലാഡറിന്റെ വെയിറ്റ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം. അപ്പൊ ആ ഒരു ലാഡർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ അതിൽ ഫോഴ്സ് അപ്ലൈ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ എത്രയാണ്, അത് വീഴാതിരിക്കണമെങ്കിൽ ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ഫോഴ്സ് കൊടുക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ എന്ത് വേണം, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ അതിന്റെ പൊസിഷൻ അറിയണം. അപ്പൊ ലാഡറിന്റെ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യുന്നത് എനിക്ക് അറിയണമെങ്കിൽ എന്ത് വേണം, ലാഡറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ടോട്ടൽ ലെങ്ത്തിന്റെ ഹാഫിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതറിഞ്ഞാൽ മാത്രമേ എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, എല്ലാ കേസിലും ഇപ്പൊ ഒരു വെഹിക്കിളിന്റെ ഡിസൈൻ ചെയ്യായാലും അതിന്റെ ടയറിന്റെ മോഷൻ ആയാലും എല്ലാം തന്നെ, ഏതൊരു മെഷീൻ ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് അറിഞ്ഞിരിക്കണം. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞിരിക്കണം. സെൻട്രോയിഡ് അറിഞ്ഞാലേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞാൽ മാത്രമാണ് ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എത്ര ടോർക്ക് അപ്ലൈ ചെയ്യണം എന്ന് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിനെ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മൊമെന്റ് ഓഫ് ഇനേഷ്യ ാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സെന്റർ ഓഫ് ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായോ? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബോഡി ഞാൻ റൊട്ടേറ്റ് ചെയ്യണം, ഒരു മെഷീൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ എത്ര ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യണം, ആ റൊട്ടേഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഞാൻ കുറയ്ക്കണമെങ്കിൽ, സ്പീഡ് ഞാൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, അതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് എന്തറിഞ്ഞിരിക്കണം, സെൻട്രോയിഡ് അറിഞ്ഞിരിക്കണം. ഇനി ഒരു സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയായിരിക്കും ഒരു സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്? അതിന് നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ഫോർമുലാസ് ഉണ്ട്. ഒരു ലെക്ചർ നോട്ട് പോലെ ഒപ്പം എഴുതിക്കൊള്ളൂ. നോട്ട്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇനി ഒരു സെൻട്രോയിഡ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബോഡി, ഇതാണ് ഒരു സർഫസ്. ഈ സർഫസിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ എ ആണ്. ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ, ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ എ ആണ്. ഇനി ഇതിന്റെ സെൻട്രോയിഡ്, ലെറ്റ് ജി ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ബോഡി. ഈ ബോഡിയുടെ സെൻട്രോയിഡ് ആണ് എന്ത് പറയുന്നത്, ജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയുടെ സെൻട്രോയിഡ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യണം. ഇത് എത്ര ഡിസ്റ്റൻസിലാണെന്ന് ഞാൻ ലൊക്കേറ്റ് ചെയ്യണം. അതായത് ഇത് എത്രയാണ്, ഇന്ന ആക്സിസിൽ നിന്ന് ഇത്ര അകലെയാണ്, ഇന്ന ആക്സിസിൽ നിന്ന് ഇത്ര അകലെയാണെന്ന് ഞാൻ പറയണം. മനസ്സിലായോ? അതാണ് നമ്മൾ സെൻട്രോയിഡ് അങ്ങനെയാണ് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെൻട്രോയിഡ് ഡിസിഗ്നേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് മെഷർ ചെയ്യണമെങ്കിൽ എനിക്കൊരു ആക്സിസ് വേണം, വേണ്ടേ? ദാറ്റ് ഈസ് നോൺ ആസ് റഫറൻസ് ആക്സിസ് ഓർ ആക്സിസ് ഓഫ് റഫറൻസ്. അതിനെ പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് റഫറൻസ്. ദിസ് ഇസ് വൈ. ഒറിജിനൽ ഞാൻ ഒ എന്ന് എടുക്കുകയാണ്.
ഒറിജിൻ O, ദിസ് ഇസ് എക്സ് ആക്സിസ്. ഇതാണ് റെഫറൻസ് ആക്സിസ്. ഈ ഒ എക്സും ഒ വൈയും ആണ് എന്ത് പറയുന്നത്, ആക്സസ് ഓഫ് റെഫറൻസ് ഓർ റെഫറൻസ് ആക്സിസ്. ഈ ഒരു റെഫറൻസ് ആക്സിസിൽ നിന്നാണ് ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ ഒരു ബോഡിയുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് ഈ സെൻട്രോയിഡിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും ഒരു വെർട്ടിക്കൽ സർഫസിൽ നിന്ന് എടുക്കുന്നത് അല്ലേ. അപ്പൊ അതിനെ ഞാൻ എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ പോയിന്റ്, ഈ സെൻട്രോയിഡിന്റെ ലൊക്കേഷൻ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്ന് പറയുന്നത് ഞാൻ വൈ ബാർ എന്നാണ്. നമുക്കറിയാം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ വൈ എന്നുള്ള ഒരു ടേമിലാണ് നമ്മൾ കൊടുക്കാറ്. Y1, Y2, Y3. ഇവിടെ ഞാൻ വൈ ബാറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഒരു സെൻട്രോയിഡിന്റെ ലൊക്കേഷൻ പറയുന്നത് ഈ ഒരു ടേമിലാണ്. എന്തിന്റെ ടേമിലായിരിക്കും, എക്സ് ബാറിന്റെ വൈ ബാറിന്റെ ടേമിലാണ് നമ്മളൊരു ബോഡിയുടെ സെൻട്രോയിഡിന്റെ ലൊക്കേഷൻ പറയുന്നത്. അപ്പൊ എന്തൊക്കെ വേണം, അതിൽ ഒരു ബോഡിയുടെ സെൻട്രോയിഡ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇതൊക്കെ 2 ഡയമെൻഷണൽ ബോഡിയാണ്. ഇപ്പൊ 2 ഡയമെൻഷൻ എന്തായാലും കാണും അല്ലേ. അപ്പൊ ഇതിനെ നമുക്കൊരു ബോഡിയുടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു റെഫറൻസ് ആക്സസ് വേണം അല്ലേ. ഒരു ആക്സസിൽ നിന്നാണ് നമ്മളൊരു ഡിസ്റ്റൻസ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ക്ലാസ് റൂമിൽ നിൽക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയാണ് ഇയാള് ഒരു എത്ര ഡിസ്റ്റൻസ് അകലെയാണ് നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ പറയാം, നമ്മളൊരു റെഫറൻസ് എടുക്കും അല്ലേ. മേ ബി ഒരു വോൾ ആയിരിക്കും എടുക്കുന്നുണ്ട്, ആ വോളിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരാള് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബെഞ്ചിന്റെ മുകളിലൊക്കെ കയറി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറയും അയാൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു റെഫറൻസ് വേണം മെഷർ ചെയ്യാൻ. ഓർ സപ്പോസ് ഇഫ് യു വാണ്ട് ടു മെഷർ ഓർ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് യുവർ ഹൈറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, എത്രയാണ് നിങ്ങളുടെ ഹൈറ്റ് എന്ന് മെഷർ ചെയ്യണം. നിങ്ങൾക്ക് ഒരു സർഫസ് വേണം അല്ലെ മെഷർ ചെയ്യാൻ, ഒരു റെഫറൻസ് സർഫസ് വേണം. അല്ലാതെ നമ്മൾ എയറിൽ നിന്നാണോ മെഷർ ചെയ്യുന്നത്, അല്ല. നിങ്ങൾ നിൽക്കുന്ന ഫ്ലോർ ഏതാണോ ആ ഫ്ലോറിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് എടുക്കുന്നത്. അതുപോലെ ഈ തന്നിരിക്കുന്ന ഒരു ബോഡിയുടെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. ആ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വി റിക്വയർ എ റെഫറൻസ് ആക്സിസ്. That is known as axis of reference and it is denoted by OX and OY. OX ഉം OY എന്നുള്ളൊരു ടേമിലാണ് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി OYയിൽ നിന്ന് എടുക്കുന്ന സെൻട്രോയിഡ് ഡിസ്റ്റൻസിന് എക്സ് ബാർ എന്ന് പറയുന്നത്. OY നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചോളൂ, നമുക്കൊരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്, ഒരു വെർട്ടിക്കൽ വോളിൽ നിന്നാണ് അല്ലെ. ഒരു വെർട്ടിക്കൽ സർഫസിൽ നിന്നാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് സാധാരണ എക്സ് എന്നുള്ള ഒരു ടേമിലാണ് നമ്മൾ കൊടുക്കാറ്. ദാറ്റ് ഈസ് എക്സ് ബാർ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് എത്ര ഹൈറ്റിലാണെന്നും ഇങ്ങനെ മെഷർ ചെയ്യുന്നത്, നമുക്കൊരു ഹൊറിസോണ്ടൽ സർഫസ് ആണ് നമ്മുടെ റെഫറൻസ് വരുന്നത്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഹൈറ്റ് എടുക്കുന്നത്, അതാണ് OXൽ നിന്ന് എടുക്കുന്ന ഹൈറ്റ് ആണ് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഈ എക്സ് ബാറിന്റെ വൈ ബാറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഹലോ, ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കോളൂ കേട്ടോ ഞാൻ പറയുന്നതൊക്കെ. ഹലോ, ക്ലിയർ ആയോ കുട്ടികളെ? ഹലോ, കുറച്ച് പേരുടെ മാത്രം റിപ്ലൈ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായതാണോ ആവാത്തതാണോ ഒന്നും എനിക്കറിയില്ല. ഫേസ് ടു ഫേസ് ഇതില്ലാത്തത് കൊണ്ടേ വളരെ ബുദ്ധിമുട്ടാണ്. ഡെയിലി ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യുന്നവർ മാത്രമാണ്, ബാക്കിയുള്ളവർ എവിടെ വെച്ചോ ഓൺ ചെയ്ത് പോയോ എന്താണെന്നും അറിയില്ല. ഓക്കെ, ഇനി എനിക്ക് എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യും. ഇനി എങ്ങനെ എക്സ് ബാറും വൈ ബാറും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ അതിനും നമുക്കൊരു ഫോർമുല ഉണ്ട്. എന്താ ഫോർമുല എന്നറിയും? Now you can consider a planar surface of total area capital A. This is the total area of this planar surface. Let OX and OY be the reference axis. OX and OY be the reference axis. And your aim is to find out the centroid of this planar body. ഈ planar body അല്ലെങ്കിൽ planar surface എന്ത് find out ചെയ്യണം? Have to find out the centroid of this body. And for that, first you can divide this planar body into a number of small portions.
Let A1 be the area of the first portion, then A2 be the area of the second portion, and A3 be the third one, then A4 be the fourth one, then A5, A6. Let X1 be the centroidal distance of the first portion or first section from the reference axis OI. This is X1. Then similarly, X2 be the centroidal distance of the second portion from the reference axis OY. Then X3 be the centroidal distance of the third portion from the OY axis. So that you can find out the centroidal distance of the total lamina about the OY axis, that is X bar, using Varignon's principle. So what is a Varignon's principle? ഒന്ന് പറയൂ കുട്ടികളെ, വാരിഗ്രൻസ് പ്രിൻസിപ്പിൾ എന്താ? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. വാരിഗ്രൻസ് പ്രിൻസിപ്പിൾ പറയൂ. ഹലോ, ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഹലോ, ഹലോ, ഫോർമുല ഈസ് ഇനഫ്. ഫോർമുല പറഞ്ഞാൽ മതി. ഹലോ, ഓർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി. ഹലോ, 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 ടൈം കളയാതെ കുട്ടികളെ. ഹലോ, ഹലോ, am I audible? ഹലോ, ഓക്കെ, ദാറ്റ്സ് കറക്റ്റ് ഹരികൃഷ്ണൻ. ദാറ്റ്സ് കറക്റ്റ് അമിത, ദാറ്റ്സ് കറക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു വാരിഗ്നൻസ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നത്? ദാറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. So the moment of the resultant force about a point is equal to the algebraic sum of the moment of the given forces about the same point. അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് വാരിഗ്രൻസ് പ്രിൻസിപ്പിൾ. സോ ബൈ യൂസിങ് ദിസ് വാരിഗ്രൻസ് പ്രിൻസിപ്പിൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ലാമിന. ദാറ്റ് ഈസ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഫോഴ്സ് വി ഹാവ് ഏരിയ. That is the total area, the centroid of the total lamina, that is A into X bar, is equal to the area of the centroidal distance of the individual portion or small portion about the same axis. That is A1 X1 plus A2 X2 plus A3 X3 plus etc. plus A6 X6. From this, X bar is equal to A1 X1 plus A2 X2 plus etc. plus A6 X6 A6 X6 divided by capital A. So this is the formula. Then similarly, y bar is equal to, that is instead of x1, you can use the form term y1, a1 y1 plus a2 y2 plus etc. a6 y6 divided by capital A, where capital A is nothing but the total area of the lamina, that is equal to a1 plus a2 plus a3 plus etc. then a6. So that's all about the centroidal distance of the given lamina. So once again I repeat, so here you have a lamina of total area capital A. Let OX and OY be the reference axis.
Then here we are going to find out the centroid of this lamina, that is G. Let x bar be the centroidal distance of this lamina from OY axis, and y bar be the centroidal distance of the same lamina from OX axis, that is y bar. Then how you can find out the centroidal distance? And for that, you can divide this total lamina into small sections. Then let A1 be the area of the first section and G1 be the centroid of the first section G1. Let X1 and Y1 be the centroidal distance of the same portion, that is same first section from the reference axis. And similarly, X2, Y2 be the centroidal distance of the second portion from the reference axis, and so on. And you can find out the centroid of this lamina, okay, about the reference axis using Varigran's principle. So you have already studied the Varigran's principle in first module, that is the moment of the resultant force about a point is equal to algebraic sum of the forces, algebraic sum of the moment of given forces about the same formula, about the same point. So here in the case of lamina, instead of force we have what, the area. So here instead of capital R you can use the total area, capital A, that is the moment of the area, sorry, the moment of the area. So moment means what? Moment means what? That is a rotation of a body about a point. But here it is not rotation. So here we are locating what? The centroid of the body. So here instead of that force we have area. Area. The next is centroidal distance. First I'm going to calculate the centroidal distance x bar. X bar വെച്ചിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കുകയാണ്? അതിന്റെ centroidal distance find out ചെയ്യാം. Okay. അപ്പോൾ നമുക്ക് ഫോർമുല എന്താ? A into x bar is equal to A1 x1 plus A2 x2 plus A3 x3 plus A6 x6. From this x bar is equal to A1 x1 plus A2 x2 plus etc. A6 x6 divided by capital A. So that's all about the centroidal distance of the given lamina. But in some cases നമുക്കറിയാം ചില കേസിൽ വരുമ്പോൾ ലാമിന ഇത്ര ചെറുതൊന്നും ആവില്ല, ഒരുപാട് വലിയൊരു ബോഡി ആയിരിക്കും, ലാർജ്, ഇറ്റ് മേ ബി ലാർജ് ബോഡി, ബട്ട് there it is not possible to divide this into number of sections. നമുക്ക് ഒരുപാട് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇതുപോലെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ദാറ്റ് യു ക്യാൻ വോട്ട് ദാറ്റ് യു ക്യാൻ ഇന്റഗ്രേറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയും, ഒരു പോർഷന്റെ നമ്മൾ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ ലാമിനയുടെ കണ്ടുപിടിക്കുന്നത്. ബട്ട് ഹിയർ യു ഹാവ് ടു റിമെമ്പർ ദ ടു ഫോർമുലാസ്, ദാറ്റ് ഈസ് x bar is equal to, that is x bar is equal to formula A1 x1 plus A2 x2 divided by A1 plus A2. Then y bar is equal to A1 y1 plus A2 y2 divided by A1 plus A2. ഈ ഒരു രണ്ട് ഫോർമുലയും ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ. Have any doubt? Hello? If you have any doubt, you can put it in the chat box. Hello? 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 Hello, am I audible? Hello? Hello? Once more. Yes, ma'am, audible. Okay, okay. പറയൂ ഷെഹിൻ, ഞാൻ ഏത് പോർഷൻ ആണോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറയൂ. ഹലോ?
ഓക്കെ വൈബ. ഷെഹിൻ അതൊന്നുമില്ല ഷെഹിൻ, നമ്മൾ ഓൾറെഡി എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്തു. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് വൈ ബാർ, ദാറ്റ്സ് ഓൾ. ഞാൻ പ്രോബ്ലം ചെയ്യും, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിരിക്കും. Now we can see the centroid of some of the planar surfaces. Centroid of planar surfaces. The first one is a rectangle. So here you have a planar surface, for example, a rectangular surface. A rectangular surface of width B and depth D. Let G is the centroid of this rectangular surface or this planar body. Then here you have to locate the centroidal distance of this planar body from the axis of reference OY and OX. Let x bar be the centroidal distance of this rectangular or this lamina from the reference axis OY, and y bar be the centroidal distance of the same body from OX axis. Therefore, x bar is equal to formula b by 2. Then y bar is equal to formula d by 2. These formulas you പഠിക്കണം ട്ടോ. The first one rectangle ആണ്. So here let b is the width of the rectangle and d is the depth of this rectangle. Then x bar is equal to b by 2 and y bar is equal to d by 2. Next, area is equal to area. Area A is equal to, that is b into d. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Next, second one. എൻ്റെ ഒപ്പം തന്നെ എഴുതിയെടുത്തോളൂ കേട്ടോ. Second one, it's a square. A square of side A. എല്ലാ ഫോർമുലാസും ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. A square of side A. Side A. Let G is the centroid of this square and A is the side. Correct ആണ് ഹരികൃഷ്ണൻ പറഞ്ഞത്. That therefore x bar is equal to x bar. This is x bar and this one is y bar. This is O, reference axis OY, and this is OX. Then x bar of this square is equal to, that is A by 2, and y bar is also equal to A by 2. A by 2. Y bar is equal to A by 2.
Then area is equal to area A is equal to what? A square. Next one, third one. Third one is a circle. It's a circle. It's a circle. Let G is a centroid. And this is OX, reference axis OX. And this one is OY. Let X bar be the centroidal distance of this circular portion from the reference axis, X bar and Y bar. And let D is the diameter of this circle. Then X bar is equal to formula, X bar is equal to D by 2 and Y bar is also D by 2. Then area is equal to pi d square by 4, or pi r square. Both the formula you can use. Then the fourth one is a semicircle. Fourth one is semicircle. Fourth one is a semicircle O X. Let G be the centroid of this semicircle and Y bar be the centroidal distance of this semicircle from the reference axis OX, and X bar be the centroidal distance of the same semicircle from OY axis. Then in the case of semicircle, X bar is equal to that is R. Then Y bar is equal to 4R divided by 3 pi. R divided by 3 pi. Then area is equal to pi r square by 2. Let R be the radius. Then fifth one, quadrant. Fifth one, quadrant. ഇനി അതിന് മുൻപ് ഞാൻ പറയട്ടെ, ടൈം ഔട്ട് ആവാറായി. അപ്പൊ അതിന് മുമ്പ് ഞാൻ അറ്റൻഡൻസ് ഒന്ന് നോട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ലിസൺ സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു പ്ലാനാർ സർഫേസസിന്റെ സെൻട്രോയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞു പ്ലാനാർ സർഫസ് എന്ന് പറയുന്നത് സാധാരണ 2 ഡയമെൻഷണൽ സർഫസുകളൊക്കെയാണ് നമ്മൾ പ്ലെയിൻസ്, എ സർഫസ് ഇൻ എ പ്ലെയിൻ, അതാണ് പ്ലാനാർ സർഫസ് എന്ന് മീൻ ചെയ്യുന്നത്. അത് 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട്. നമുക്ക് 2 ഡയമെൻഷൻ പ്ലെയിൻ സർഫസുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ സെൻട്രോയിഡ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. ആ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് സം ഫോർമുലാസ്. ഈ ഫോർമുലാസ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അതിൽ കുറച്ച് പ്ലാനാർ സർഫസുകൾ ഏതൊക്കെയാണ് ഞാൻ പറയാം. ഒന്ന് റെക്ടാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, സെമി സർക്കിൾ, ക്വാഡ്രന്റ് ഓർ ക്വാർട്ടർ ഓഫ് സർക്കിൾ, ദെൻ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, എക്സിറ്റ്. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാനാർ സർഫസിന് എക്സാമ്പിൾ.
ഈ പ്ലാനാർ സർഫസുകളുടെ സെൻട്രോയിഡിന്റെ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. എങ്ങനെയാണ് അതിന്റെ ഫോർമുല വരുന്നതെന്ന് അറിയാം. ഫസ്റ്റ് വൺ ഈസ് റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ നോക്കിയ കുട്ടികൾ നമുക്കറിയാലേ, റെക്ടാംഗിളിനെ നമുക്ക് വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്താലും ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്താലും എന്തായിരിക്കും, സിമട്രിയാണ് അല്ലേ. നിങ്ങൾ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് നോക്കിയേ, ആ സെൻട്രോയിഡ് വഴി രണ്ട് സൈഡ് ഒരുപോലെ കിട്ടുന്നത്. ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്ത് നോക്കിയേ, അപ്പ് അതായത് എബവ് ദ ലൈനും ബിലോ ദ ലൈനും സെയിം ആയിരിക്കും അല്ലേ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ കുട്ടികളെ, ഇങ്ങനെ കട്ട് ചെയ്താലും ഇതിന്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷൻ സെയിം ആണ്. ഇങ്ങനെ കട്ട് ചെയ്താലും രണ്ട് സൈഡ് ഒരുപോലെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി ബൈ ടു വിഡ്ത്തിന്റെ ഹാഫ്, വൈ ബാർ ഈസ് ഈക്വൽ ടു ഡി ബൈ ടു ഡെപ്തിന്റെ ഹാഫ്. ഏരിയ നമുക്കറിയാം. ഇനി ഇതുപോലെ തന്നെയാണ് സ്ക്വയറിന്റെ കേസും. സ്ക്വയറിന്റെ എക്സ് ബാർ എന്താ, എ ബൈ ടു, വൈ ബാർ ഈസ് ഓൾസോ എന്താ, എ ബൈ ടു ആണ്. ഇനി ഒരു സർക്കിൾ എടുത്ത് നോക്കി, സർക്കിളിന് വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്താലും ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്താലും ഒരുപോലെയാണ്. That is x bar is equal to d by 2, y bar is also d by 2 തന്നെയാണ്. Where d is the diameter of the circular section. തന്നിരിക്കുന്ന സർക്കുലർ സെക്ഷന്റെ ഡയാമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിനെ വെർട്ടിക്കൽ ആയിട്ട് കട്ട് ചെയ്താൽ, ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഒരുപോലെ കിട്ടൂല്ലേ, രണ്ട് സൈഡും. ഹൊറിസോണ്ടൽ ആയിട്ട് കട്ട് ചെയ്താൽ കിട്ടുമോ, ഇല്ല. അപ്പൊ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏതാ, എക്സ് ബാർ ആണ് അല്ലെ. വെർട്ടിക്കൽ സർഫസിൽ നിന്ന് എടുക്കുന്നത് ഏതാ, എക്സ് ബാർ ആണ്. അപ്പൊ എക്സ് ബാർ എന്തായിരിക്കും, ആറായിരിക്കും. നമുക്ക് കണ്ടറിയാതെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആറാണ്. പക്ഷെ വൈ ബാർ എങ്ങനെയാണോ, അല്ല. വൈ ബാർ എവിടുന്നാ മെഷർ ചെയ്യുന്നത്, ഈ സർക്കിളിന്റെ ഈ സർക്കിളിന്റെ സെന്റർ എവിടെയാണോ അവിടെ നിന്നാണ് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുലയാണ് 4r/3π, മറക്കരുത്. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ πr² 2 ആണ്. എങ്ങനെയാ ഓർക്കുക, സർക്കിളിന്റെ ഹാഫ് ആണ് എന്ത് പറയുന്നത്, സെമി സർക്കിൾ. അപ്പൊ സർക്കിളിന്റെ ഏരിയ πr² ആണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും, πr² 2 ആണ്. ഇനി ക്വാഡ്രന്റ്. അപ്പൊ ക്വാഡ്രന്റ് എന്താ നോക്കിയ കുട്ടികളെ, ക്വാഡ്രന്റ് എങ്ങനെയാ പറയുന്നത്, ഒരു സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ പോർഷനും നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലായിട്ട് ജി ഈസ് ദി സെൻട്രോയിഡ് ഓഫ് ദിസ് ക്വാഡ്രന്റ്, ജി. ദെൻ ഇത് റെഫറൻസ് ആക്സസ് ആണ്. ദീസ് ആർ ദ റെഫറൻസ് ആക്സസ്. ഒ എക്സ് and this is OY, and this distance is x bar, and this one is y bar. This distance is y bar. Let r be the radius of this quadrant. അങ്ങനെയാണെങ്കിൽ എക്സ് ബാറിന്റെ ഫോർമുല, എക്സ് ബാർ ഈസ് ഈക്വൽ ടു 4r/3π and y bar is also equal to 4r/3π. Then